കോമൺ റെസ്യൂമെ എറേഴ്സ് പാർട്ട് 6. ചെറിയ ഡീറ്റെയിൽസ് കൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഡേറ്റ് ആവട്ടെ, ഫയൽ നെയിം ആവട്ടെ, ഫയൽ ഫോർമാറ്റ് ആവട്ടെ. പലപ്പോഴും പലർക്കും ക്വാളിഫിക്കേഷനിലും എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസിലും ഒക്കെ ഡേറ്റ് തെറ്റിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, അതൊരു റെഡ് ഫ്ലാഗ് ആവാം, അതൊരു തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആണെന്നൊക്കെ ചിലപ്പോൾ റിക്രൂട്ടർ ധരിച്ചേക്കാം. അതുപോലെ തന്നെ പലരും ചെയ്യുന്നൊരു കാര്യം റെസ്യൂമയുടെ ഏറ്റവും താഴെ ഡേറ്റ് എഴുതി വെക്കാറുണ്ട്. അത് പലപ്പോഴും അപ്ഡേറ്റ് ചെയ്യാൻ മറക്കാറുമുണ്ട്. റെസ്യൂമയുടെ താഴെ ഒരു ഡേറ്റ് കൊടുക്കേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഫയൽ നെയിം. ഫയൽ നെയിം കൊടുക്കുമ്പോൾ ഒരിക്കലും ന്യൂ ഡോക്, മൈ റെസ്യൂമെ, ലേറ്റസ്റ്റ് റെസ്യൂമെ 2024 എന്നുള്ള രീതിയിലൊന്നും കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ പലരും സ്വന്തം നിക് നെയിം വെച്ച് ഫയൽ നെയിം കൊടുക്കാറുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാതെ കൃത്യമായിട്ട് നമ്മളുടെ പേരും റെസ്യൂമെ എന്നുള്ള വേർഡും ഉൾപ്പെടുത്തിക്കൊണ്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. യുവർ നെയിം റെസ്യൂമെ അല്ലെങ്കിൽ റെസ്യൂമെ ഓഫ് യുവർ നെയിം എന്ന രീതിയിലൊക്കെ നമുക്ക് ഫയൽ നെയിം കൊടുക്കാം. അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഫയൽ ഫോർമാറ്റ്. എപ്പോഴും ഒരു PDF ഫോർമാറ്റിൽ തന്നെ ഒരു റെസ്യൂമെ അയക്കാൻ നോക്കുക. കാരണം നിങ്ങൾ തയ്യാറാക്കിയ രീതിയിൽ തന്നെ റെസ്യൂമെ അവർക്ക് വായിക്കാൻ പറ്റണമെങ്കിൽ അതൊരു PDF ഫോർമാറ്റിലായിരിക്കണം. സംടൈംസ് വളരെ ചുരുക്ക സാഹചര്യങ്ങളിൽ മാത്രം അവർ വേർഡ് ഫോർമാറ്റിൽ അയക്കാൻ പറയുന്നുണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രം നിങ്ങൾ PDF അല്ലാതെ വേർഡ് ഫോർമാറ്റിൽ അയക്കുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ കാരണമായേക്കും. സോ റെസ്യൂമെ അയക്കുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിക്കുക. താങ്ക് യു.